ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായ എന്നാൽ നിസ്സാരം നമ്മുടെ കിച്ചണിൽ എല്ലാ വീടുകളിലും സുലഭമായി കിട്ടുന്ന ഒരു സാധനം വെച്ച് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുമെന്ന് പറഞ്ഞാൽ അത്രയും റിസൾട്ട് തരുന്ന ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ എൻ്റെ ടോപ്പിക്ക് സബ്ജക്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് ഉലുവയാണ്. ഉലുവയില്ലാത്ത ഒരടുക്കളയുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഉലുവ നമ്മുടെ നമുക്ക് അകത്തോട്ട് കഴിക്കുന്നതിൽ കുറേ രോഗങ്ങൾക്ക് പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് ആയുർവേദത്തിലാണെങ്കിൽ ഇതിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റിൽ ഉലുവ ഉൾപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് നമ്മുടെ ഉലുവ. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിന് ശരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ സത്യം പറയാം, നമ്മൾ മാർക്കറ്റിലുള്ള ഈ കെമിക്കൽ അടങ്ങിയ ഒരു സാധനവും നമ്മൾ വാങ്ങിച്ച് തേക്കില്ല. നമുക്ക് അത്രയ്ക്ക് ഗ്ലോ തരുന്നത്, പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനാകാൻ, നമ്മുടെ ഡാർക്ക് സ്പോട്ട് പോകാനായിട്ട്, പിന്നെ നമുക്ക് ഈ കാര വന്ന പാടുകൾ പോകാനായിട്ട്, കാര വന്ന പാടുകൾ, പിമ്പിൾസിനെ പ്രതിരോധിക്കാൻ, പിന്നെ പിമ്പിൾസ് വന്നതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരു കുഴി പോലെ കാണും അല്ലേ. ചിലർക്കൊക്കെ ഇങ്ങനെ പിമ്പിൾസ് വരുന്നവർക്കറിയാം, പക്ഷെ അത് പോയി കഴിഞ്ഞാൽ ഒരു കുഴി പോലെ കാണും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് ശരിക്കും ഇത് നിങ്ങളൊരു 5 days നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ വരുന്ന ഒരു ഗ്ലേസിങ്, ഒരു ഗ്ലോയെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ ഫേസ് പാക്കുകളെ കുറിച്ച് വന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു 45-ന് ശേഷം അല്ലെങ്കിൽ 50+ ശേഷം എന്തുകൊണ്ട് ഞാൻ അതിനെ കോൺസെൻട്രേഷൻ ചെയ്ത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഏജിലുള്ളവരുടെ കാര്യം പറയാനാണ്. ഇതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്ത് ഏതൊക്കെ കൊള്ളാം, ഏതൊക്കെ കൊള്ളത്തില്ല, ആർക്കൊക്കെ കൊള്ളാം, ഇതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ വന്ന് യൂട്യൂബിൽ പറയുന്നത്. ഉലുവയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ഓർക്കും, ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റുമോ, ഇത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുമോ. പക്ഷേ ഉലുവയെ സംബന്ധിച്ച് ഏത് സ്കിന്നുകാർക്കും ഉലുവ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കാതെ 100-ൽ 99% എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഉലുവയുടെ പായ്ക്കുകൾ. ഉലുവയുടെ ഹെയർ പായ്ക്കുകളുണ്ട്. ശരിക്കും ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ഇത്രയും പിന്നെ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ ഉലുവയ്ക്ക്. അത്രയും ബെനിഫിറ്റ്സാണ്. ഇതിപ്പം നമുക്ക് സ്കിന്നിനെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരിയും അതുപോലെ കുറേ ഗുണങ്ങളുണ്ട് ഉലുവ കഴിച്ചാൽ, ഉള്ളിലോട്ട് കഴിച്ചാൽ. പിന്നെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉള്ളത് കാരണം നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിന്നിനെ യങ്ങായിട്ട് വെക്കാനും, നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും, സ്കിന്നിനെ ഒന്ന് നല്ല പോളിഷ് ചെയ്യാനും ഉലുവയെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഞാൻ വീഡിയോയിൽ ഒരുപാട് പായ്ക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത്. ചിലരൊക്കെ ഞാൻ ഈയിടെ വീഡിയോ പറഞ്ഞപ്പം ബദാമില്ല, വാങ്ങിക്കാൻ ഒത്തിരി കോസ്റ്റ്, അതൊക്കെ പണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം 100 ഗ്രാം വാങ്ങിച്ചാലും നമ്മുടെ കാര്യങ്ങൾ നടക്കും ഇല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം, മനസ്സിലായോ? അത് പറഞ്ഞു വന്നത് ഞാൻ ഒരുപാട് പായ്ക്കുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ തോന്നും ഇവർ ഡെയിലി ഓരോ പായ്ക്കുകൾ പറഞ്ഞാൽ അതെങ്ങനെ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതിലേതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിടാം, മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഏതാണോ പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ എന്താണോ ഉള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങളത് യൂസ് ചെയ്യിക്കണം. ഇപ്പോൾ ഉലുവയുടെ കാര്യം പറഞ്ഞു. ഉലുവ ഇല്ലാത്ത ഒരു അടുക്കളയില്ല അല്ലേ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇപ്പം വലിയ ഉള്ളിലോട്ട് കഴിച്ചാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇടും. അത്രയ്ക്ക് ഗുണങ്ങളാണ് ഉള്ളത്. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സിറവും ഒരു പായ്ക്കും കൂടെ ഞാൻ ഉണ്ടാക്കുന്നത്. അത്
ഉലുവയുടെ ഞാനിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ കാണണം. നമുക്ക് തലേ ദിവസം ഉലുവ 2 സ്പൂൺ ഉലുവ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് നല്ല ഒരു പാത്രം നിറച്ച് അതിനെ വെള്ളത്തിലിടുക. പിറ്റേ ദിവസം നമുക്കതെടുത്ത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കതൊന്ന് തിളപ്പിച്ച് പറ്റിച്ചിട്ട് ഇത് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ അത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് സിറം ഉണ്ടാക്കാം. നമുക്കതിന് 2 ടീസ്പൂൺ അലോവേര ജെല്ലെടുത്തിട്ട് ഉലുവയുടെ ജ്യൂസ് അത് ഉലുവ വെന്ത വെള്ളം എടുത്തിട്ട് ആ വെന്ത വെള്ളം നമുക്കൊരു 2-3 ടീസ്പൂൺ എടുക്കാം. നമുക്ക് എത്ര ദിവസത്തേന് വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഹൊഹോബ ഓയിലാണ്. അങ്ങനെയും പറയും, ഞാൻ ജോജോബ ഓയിൽ എന്നും പറയും. അത് അതിൻ്റെ എസൻഷ്യൽ ഓയിൽ ഒരു 4-5 ഡ്രോപ്സും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഓയിൽ ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഒന്നും വേവലാതിപ്പെടേണ്ട. ഒന്നുകിൽ വൈറ്റമിൻ ഇ ഓയിൽ എടുക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുക്കാം, ഏറ്റവും ബെസ്റ്റ് അല്ലേ, അതെടുക്കാം. പിന്നെ ഈ ഹൊഹോബ ഓയിൽ ഉള്ളവർക്ക് അതെടുക്കാം, ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇ എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, അല്ലെ ഒലിവ് ഓയിൽ എടുക്കാം, എല്ലാം എടുക്കാം. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു സിറം മാതിരി നമുക്കുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേന് ഉണ്ടാക്കാം. ഈ സിറവും ഈ പായ്ക്കും നിങ്ങളൊരു 7 days ഇടണം പ്ലീസ്. അത്രയ്ക്കും ഗുണങ്ങളാണ് നമ്മുടെ ഫേസിൽ കിട്ടുന്നത്, മനസ്സിലായോ? അങ്ങനെ നമ്മുടെ സിറം റെഡിയായി. പിന്നെ നമുക്ക് വേണ്ടിയതൊരു ഫേസിലിടാനൊരു പായ്ക്ക് പോലെ, ജസ്റ്റ് നമുക്ക് ഒരു ലെയർ ഇട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു പായ്ക്ക് പോലെ ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഈ ഉലുവ നമുക്ക് കുതിർത്ത് വെന്ത വെള്ളം എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അലോവേര 2 ടീസ്പൂൺ എടുക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഞാൻ വൈറ്റമിൻ ഇ ഓയിലാണ്, പിന്നെ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആദ്യം ഒരു പായ്ക്ക് പോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ഫേസിലത്, പക്ഷേ അത് കഴുകിക്കളയണമെന്നില്ല, അതിട്ട് നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാം, മനസ്സിലായോ? അതുപോലെ സേഫാണ്, നമുക്ക് ഒട്ടിപ്പിടിക്കുമോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഒരു പായ്ക്ക് പോലെ ആക്കിയിട്ട് ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും, എന്നാലും അത് നമ്മൾ ഫേസിലിട്ടിട്ട് നമ്മൾക്ക് ഡ്രൈ ആയെന്ന് കാണുമ്പോൾ അതൊന്ന് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ സിറം, ഉലുവയുടെ സിറം ഉണ്ടാക്കിയല്ലോ, അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം, മനസ്സിലായോ? രാവിലെ എണീറ്റ് നോക്കുമ്പം തന്നെ നിങ്ങളുടെ ഫേസിൽ എന്തോ ഒരു ഗ്ലേസിങ് ആണ്, നിങ്ങൾക്കത് മനസ്സിലാവും. അതൊരു 7 days നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ശരിക്കും മിറക്കിൾ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം, ഞാൻ ഉണ്ടാക്കുന്ന വിധം ഈ വീഡിയോ കൊടുത്തേക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും, എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.